ഉറപ്പില്ല എന്നെക്കൊണ്ട് ഇത് കഴിയോ. ഓൾറെഡി ഞാനൊന്ന് സാഡായിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോയതുകൊണ്ട്. ഞാൻ ഇതുവരെ ഇത്ര മാർക്കുള്ള ഓൺലൈൻ സ്റ്റുഡൻറ്റിനെ അങ്ങനെ കാണലില്ലേ. 15 ദിവസം കൊണ്ട് ഇന്നെ പറ്റി എല്ലാതും മിസ് മനസ്സിലാക്കിയില്ല. എനിക്ക് കൂടി അറിയില്ല മിസ്സിന് ഇന്നെ എത്രത്തോളം മനസ്സിലാക്കാൻ അത്ര പെട്ടെന്ന് പറ്റിയില്ല. പാരൻസ് ആണ് നമുക്ക് ശരിക്കും എല്ലാതും പഠിക്കുക അങ്ങനെ പറയാതിരിക്കുക. ഓൽക്കറിയാം ഓലെ ടൈം എപ്പോഴാണ്, അപ്പോൾ ഓലെ ഇരുന്ന് ഓലെ പഠിച്ചോളാം. പക്ഷെ എനിക്ക് വെയ്ക്കണില്ല. ഇനീഷ്യലി ഞാൻ പറഞ്ഞു, പക്ഷേ അതാകെ 2 ദിവസം ഞാൻ വന്നിട്ടായിട്ടുള്ളതിനും. ഇപ്പോൾ നിങ്ങൾ ഡോപ്പ് എന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മോർണിംഗ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. സാർ അതേപോലെ ഫോളോ ചെയ്താൽ എന്തായാലും കിട്ടും. ഓൺലൈനിൽ കുട്ടിയാണെങ്കിൽ നമുക്ക് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുക. ഓഫ്ലൈനിലെ പോലെ തന്നെ കുട്ടികൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മാതിരി നമ്മൾ പഠനത്തിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാത്രമല്ല ഈ പ്രശ്നമുള്ളത് മനസ്സിലാവും. ഞാൻ നോക്കുമ്പോൾ എനിക്കത് ആ ഷെഡ്യൂൾ കൃത്യമാണ്. അപ്പോൾ ഞാൻ അതന്നെ എവിടെയും ഫോളോ ചെയ്ത് പോയി. അപ്പോൾ വ്യത്യാസങ്ങളൊന്നും വന്നില്ല. ഹലോ, എൻ്റെ പേര് ചിഞ്ചു റിഫ. ഞാൻ മഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഡോപ്പിൽ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. റിപ്പീറ്റ് അവിടെ ചെയ്തിരുന്നത്. ഇപ്പം നീറ്റ് ക്രാക്ക് ചെയ്തിട്ട് ഒരു കോൺഫിഡൻസോടെ ഇരിക്കുകയാണ്. ഞാൻ +2 ഇങ്ങനെ കഴിഞ്ഞിരുന്നപ്പോഴാണ് എനിക്ക് റിപ്പീറ്റിന് പോയാലോ എന്നൊക്കെ ഇങ്ങനെ തോന്നിയത്. അങ്ങനെ റിപ്പീറ്റിന് ഞാൻ എൻ്റെ അവിടെ ഉള്ള ഒരു സെൻറ്ററിൽ തന്നെ ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് അത്ര നന്നായിട്ട് പെർഫോം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഓഫ്ലൈൻ തന്നെയാണ് പോയിനത്. പിന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എൻ്റെ പാഷൻ ഇതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാൻ വീട്ടുകാരും പറഞ്ഞു. പിന്നെ എനിക്കും തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുപോയി. ആദ്യം എനിക്ക് ഉറപ്പില്ല എന്നെക്കൊണ്ട് ഇത് കഴിയോ. കാരണം ഓൾറെഡി ഞാനൊന്ന് സാഡായിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോയതുകൊണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് നോക്കിയിട്ട് പിന്നെ ഇനി വേണമെങ്കിൽ ഓഫ്ലൈനിക്ക് മാറാമെന്നൊക്കെയുള്ള ഡിസിഷനിൽ ഓൺലൈൻ എടുത്തതാണ്. പക്ഷേ ഞാൻ തിരഞ്ഞെടുത്ത എന്തായാലും ഡോപ്പ ബെസ്റ്റ് തന്നെയാണ്. ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നിയൊരു ക്യാമ്പസ്. ഞാൻ എന്നും മോർണിംഗ് മീറ്റിംഗ് കേൾക്കും. മോർണിംഗ് മീറ്റിംഗ് കേട്ടില്ലേ എനിക്ക് എന്തോ വരിക. ആ ഒരു സ്റ്റാർട്ടിങ്ങിന് എന്തോ ട്രബിൾ വരിക. പിന്നെ ഞാൻ ആ ക്രാക്ക് കയറും. പക്ഷേ ആ മോർണിംഗ് മീറ്റിംഗ് കേട്ടാൽ എൻ്റെ ഒരു ഡേ ഫുള്ളാവുള്ളൂ. അപ്പോൾ രാവിലെ എണീക്കും. 6 മണിക്കൊക്കെ എണീറ്റിട്ട് പിന്നെ പഠിച്ച് പിന്നെ 8:45 മോർണിംഗ് മീറ്റിംഗ്. അതിൽ നമുക്ക് പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ആ ഒരു ഇതിൽ അങ്ങനെ പോയതാണ്. അപ്പോൾ ആ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും വലുതുണ്ടേനി. ഓൺലൈൻ ആകുമ്പോൾ പിന്നെ നമുക്ക് ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തണം എന്നുണ്ട്. അപ്പോൾ ഈ മോർണിംഗ് മീറ്റിംഗ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും നമുക്കത് പറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ മോർണിംഗ് മീറ്റിംഗ് വെച്ചിട്ടാണ് ഞാൻ അതുവരെ എല്ലാം ചെയ്തു പോയത്. സ്റ്റഡി ടേബിളിൽ എത്തല് ആദ്യം തന്നെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കും. സാർമാർ പറഞ്ഞുതരും എങ്ങനെ ഉണ്ടാക്കേണ്ടത്. ഓരോ മണിക്കൂർ വെച്ചിട്ട് നമ്മൾ ഓരോ ഇതാണ് പഠിക്കുന്നത്, അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു ഷെഡ്യൂൾ ആദ്യം തന്നെ ഉണ്ടാക്കും ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ. പിന്നെ അത് തന്നെയാണ് ഫോളോ ചെയ്ത് പോകല്. അപ്പോൾ ഒരു 8:30 വരെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ച് വന്ന് പിന്നെ 8:45 സാറ് മോർണിംഗ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് 9 മണിക്കാണ് ശരിക്കും തുടങ്ങുക. അപ്പോൾ തലേന്ന് നമുക്ക് ഷെഡ്യൂൾ വിട്ടുതരും. അതായത് ഇന്ന ക്ലാസ് കാണണം, റെക്കോർഡഡ് കാണണം, ചിലപ്പോൾ ലൈവ് ഉണ്ടാകും. ലൈവ് ചിലപ്പം രാവിലെ ഇക്കാരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇക്കാരം. അതിനനുസരിച്ചാണ് എന്തായാലും ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ലൈവ് ആണെങ്കിൽ ലൈവ് കേൾക്കും, റെക്കോർഡഡ് ആണെങ്കിൽ നമ്മൾ റെക്കോർഡ് കേട്ട് അതിനുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ആ ഒരു ഡേ നമ്മൾ ചെയ്യുക കോഡ് ബ്ലൂ ഉണ്ട്. ആ കോഡ് ബ്ലൂവിൽ അന്നെടുത്ത് പഠിപ്പിച്ച ആ ഒരു ഭാഗത്തത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യും. പിന്നെ നമുക്കിനി എക്സ്ട്രാ മെറ്റീരിയൽ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അതും ചെയ്യാം. പിന്നെ ഒരു രാത്രി ആകുമ്പോൾ നമുക്ക് ഈ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ഇപ്പോൾ ബയോ നമുക്ക് എന്നും വായിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ബയോ ഒരു 1 മണിക്കൂറൊക്കെ വായിക്കും. ഇനി അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഉള്ളതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ചാപ്റ്റർ ആകുമ്പോൾ നമുക്ക് ചിലപ്പം കുറച്ചും കൂടി ക്വസ്റ്റ്യൻ ചെയ്യണം എന്നൊക്കെ തോന്നും. അങ്ങനെയാവുമ്പോൾ ഇന്നലത്തെ പാടെ ഇങ്ങോട്ട് ജസ്റ്റ് ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് 2 ദിവസം ആഴ്ചയിൽ എക്സാം ഉണ്ട്. അല്ലെ പിന്നെ എക്സാമിന് അടുപ്പിച്ച് നമ്മൾ അതിന് പ്രിപ്പറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു 12 മണിയാകുമ്പോഴാണ് ഞാൻ സാധാരണ, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരു 12 മണി 12:30 ആകുമ്പോഴത്തേന് ഞാൻ കിടക്കും. 6 മണിക്കൂർ സ്ലീപ്പൊക്കെ കറക്റ്റ് ആക്കിയിട്ടാണ് എടുക്കാറുണ്ട്. ഈ ഡൗട്ട് മെൻറ്ററിനോട് തന്നെ അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മെൻറ്ററും കുട്ടികളും തമ്മിലുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ അയച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഏതെങ്കിലും കുട്ടിക്കാരെങ്കിൽ അത് ചെയ്തു തരും. അതേപോലെ തന്നെ മെൻറ്റർ പിന്നെ ഒരു ദിവസം വന്നുകൊണ്ട് ഓരോ ദിവസം ഓരോരോ കുട്ടികൾ ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ടെങ്കിൽ വേറെയുള്ള കുട്ടികൾ ചെയ്തിട്ട് നമ്മൾ പോള് രൂപത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിടുക. അപ്പോൾ ഡിഫറെൻറ്റ് ചാപ്റ്ററിൽ നിന്ന് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനൊക്കെ കിട്ടുക. അപ്പോൾ മെൻറ്ററിനെ നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഡോപ്പേൻ്റെ ആപ്പിൽ തന്നെ ഉണ്ട് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ. അപ്പോൾ നമ്മൾ അതിൽ വിട്ടാൽ പെട്ടെന്ന് ആൻസറൊക്കെ ചെയ്തു 2 ദിവസം പിടിക്കുള്ളൂ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഈ കെമിസ്ട്രിയും
അതേപോലെ തന്നെ ഫിസിക്സും ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ കോർഡിനേറ്ററിന് നമുക്ക് ഡൗട്ടുള്ളത് ഏതാണോ അത് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ വിട്ടുകൊടുക്കുക. പിറ്റേ ദിവസം തന്നെ ലൈവ് ഉണ്ടാകും. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മളത് ക്ലിയർ ചെയ്യുക. അത് ക്ലിയർ ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേസ് മുതൽ പറഞ്ഞുതരും. ഇനി ഈ ഒരു ഏരിയയിൽ നിന്ന് വരാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ടേ ആ ഒരു ക്വസ്റ്റ്യനക്ക് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് കുറേ ഒരു അറിവ് അവിടെ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് ഒന്നും അത്ര വലിയ പ്രോബ്ലം ഒന്നും ആയി തോന്നിയിട്ടില്ല. ഉണ്ടാക്കുന്നത് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ടെൻഷനൊക്കെ ആവുകയാണെങ്കിൽ മോർണിംഗ് മീറ്റിങ്ങിൽ പറയുന്നത് കോഗ്നേറ്റീവ് റീഫ്രെയിമിങ്. അതായത് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് തോട്ട് വരികയാണെങ്കിൽ അത് നമ്മൾ പേപ്പറിൽ എഴുതുക. അതിൻ്റെ ഓപ്പോസിറ്റ് സാധനം നമ്മൾ അത് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ ഇടയ്ക്കെടുത്ത് വായിച്ച് വെക്കുക. അതായത് നമ്മളെപ്പോഴും നമ്മളെ മൈൻഡ് പോസിറ്റീവായിട്ട് വെക്കുക. ഇപ്പോൾ മാർക്ക് പറഞ്ഞാൽ അടുത്തുണ്ടല്ലോ എക്സാമോ, ഒരു എക്സാം എല്ലാ ടോപ്പിലുള്ളത്. അപ്പോൾ കുറേ എക്സാം ഉണ്ടാവില്ലേ, ഏതിനെങ്കിലുമൊക്കെ വാങ്ങാമല്ലോ. പാരൻസാണ് നമുക്ക് ശരിക്കും എല്ലതും. കാരണം നമുക്ക് വേറെ ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് അവിടെ വാർഡൻസും കോർഡിനേറ്റേഴ്സൊക്കെ ഉണ്ടാവും. ഇവിടെ നമ്മളെ പാരൻറ്റും വാർഡൻസും കോർഡിനേറ്ററും ഒക്കെ ഈ പാരൻ്റ് തന്നെയല്ലേ. പാരൻസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഒരു ഓൺലൈൻ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഓലെ ഫോഴ്സ് ചെയ്യാതിരിക്കുക, അങ്ങനെ പഠിക്കുക അങ്ങനെ പറയാതിരിക്കുക. ഓൽക്കറിയാം ഓലെ ടൈം എപ്പോഴാണ്, അപ്പോൾ ഓലെ ഇരുന്ന് ഓലെ പഠിച്ചോളും. ആവശ്യമില്ല ഓലെ എന്തായാലും ഓൺലൈൻ ആണെങ്കിലും പഠിക്കും. വാത്സല്യം എന്താ വെച്ചാൽ ഓൺലൈനത്തെ കുട്ടികളെ മേജറായിട്ട് പാരൻസ് കൂടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഡയറക്ടേഴ്സ് ആണെങ്കിലും നമ്മളൊന്നും കണ്ടിട്ടുമില്ല അങ്ങനത്തെ ഒരു ഇത്. അപ്പം മെൻറ്റേഴ്സും കോർഡിനേറ്റേഴ്സും എല്ലാവരും പാടെ മീറ്റ് ചെയ്യുന്നതാണ് വത്സല്യൻ്റെ മീറ്റിംഗ്. അത് ഓൺലൈനത്തെ സ്റ്റുഡൻസിന് മാത്രമാണ്. ഡിസംബറിലൊക്കെ ആയിട്ട് ഞാൻ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോപ്പയിൽ ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല മോർണിംഗ് മീറ്റിംഗ്, പാരൻസിനും കൂടെ ഉണ്ട്. അപ്പോൾ പാരൻസ് അതിൽ ജോയിൻ ചെയ്താൽ ഏറ്റവും നല്ലതാണ്. വീട്ടിൽ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലേനു. കാരണം ഞാനും ഫസ്റ്റ് ഫ്ലോറിലേനു. അപ്പോൾ അങ്ങോട്ട് വരിക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ അവിടെ ഇരിക്കും. എൻ്റെ ടൈം ആകുമ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുകൾക്ക് കയറുക. അപ്പോൾ ഓൾക്ക് അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊന്നും ഓല് എനിക്കായിട്ട് തന്നിട്ടൊന്നുമില്ല. പിന്നെ സപ്പോർട്ട് ആദ്യം കുറച്ച് കുറവേനു മീൻസ് ഓൾക്കൊന്നും അറിയില്ല, എന്താ എനിക്ക് തരേണ്ടത് ഒന്നും അറിയില്ലേനു. പിന്നെയാണ് വാത്സല്യൻ്റെ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്താണ് ഒരു കുട്ടീനോട് പറയേണ്ടതെന്ന് മനസ്സിലായത്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത ടൈമിലൊക്കെ എനിക്ക് മാർക്ക് കുറയുമ്പോൾ അമ്മ കോളിങ്ങിന് വിളിക്കുമല്ലോ. അപ്പോൾ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയും, എന്താ മാർക്ക് കുറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യത്തെ എത്ര മാർക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഇപ്പം ഞാൻ മാർക്ക് കുറഞ്ഞാൽ ഉമ്മാനോട് അങ്ങോട്ട് പറഞ്ഞാലും ഉമ്മ പറയും അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇതൊന്നുമില്ലല്ലോ റിയൽ നീറ്റ്, നമുക്ക് നീറ്റ് വരില്ല, അപ്പോൾ നോക്കാം, ഇനി എക്സാമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉമ്മ എന്നെ ഇങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഞാൻ ഒരു ടൈമിൽ നല്ല ഡൗൺ ആയിരുന്നു. അപ്പോൾ ഞാൻ കോർഡിനേറ്ററിനെ വിളിച്ച് കരഞ്ഞ്. അപ്പോൾ കോർഡിനേറ്റർ ഇങ്ങനെ കുറേ പറഞ്ഞ് അന്ന് സാരമില്ല, നമുക്ക് ഇനിയുണ്ടല്ലോ കോർഡിനേറ്റർ, നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് കോർഡിനേറ്ററിനൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഓൺലൈനിലും ഉണ്ട് മെൻറ്റർ, അപ്പോൾ മെൻറ്ററിനായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം, എന്നൊരു കുഴപ്പമില്ല. ഡിസ്ട്രാക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ മൈൻഡ് ഇങ്ങോട്ട് ഔട്ടായി പോകും. ആ ഒരു ടൈമിൽ നമുക്ക് എല്ലതും ചെയ്യാൻ തോന്നും, ചിലപ്പോൾ അത് നിർത്തി പോകാൻ തന്നെ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ പിറ്റേ ദിവസം മോർണിംഗ് മീറ്റിംഗ് ഒക്കെ കേൾക്കുമ്പോൾ അത് അത്യാവശ്യം റെഡി ആവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമൊക്കെ റെഡി ആവും. പിന്നെ ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിലും നമുക്ക് ഓൺലൈനത്തെ സ്റ്റുഡൻറ്റ് എന്നോട് അങ്ങോട്ടൊക്കെ ഡൗട്ട് ചോദിക്കുകയും ഞാൻ അങ്ങോട്ടും ചോദിക്കുകയും. അപ്പോൾ ഓലും ഇതേപോലെ തന്നെ ഓഫ്ലൈനിലെ പോലെ തന്നെ കുട്ടികൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ മാതിരി നമ്മൾ പഠനത്തിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാത്രമല്ല ഈ പ്രശ്നമുള്ളത് അത് മനസ്സിലാവും. ഓൺലൈനത്തെ കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതായത് വാട്സപ്പിൽ നമുക്ക് ഗ്രൂപ്പിൽ എല്ലാവരും ഇന്നോട് ഇങ്ങോട്ട് വന്ന് കണ്ട് ചോദിച്ചിരുന്നത്, ഇങ്ങോട്ട് നമ്മളെ ഡൗട്ടും തീർത്തരും, നമുക്ക് ഓരോ ഡൗട്ടും തീർത്ത് കൊടുക്കുക. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്കും ആ കണ്ടൻറ്റൊക്കെ കിട്ടുകയാണ്. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെയും കൂടി ഒന്ന് പെർഫെക്ഷനിൽ വരുമല്ലേ, നമ്മളൊന്ന് ഇതാക്കിയാൽ ഓൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ഉണ്ടാകും. നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഓലോട് പറഞ്ഞാലും ഓലും നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്തൊക്കെ നിർത്തും. ശരിക്കും വന്നെന്താ വെച്ചാൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ ഡോപ്പിൻ്റെ വീഡിയോയിൽ ആദ്യം ലിബൻ്റെ ഒരു ഷോർട്സാണ് കണ്ടിരുന്നത്. ഇങ്ങനെ ഓൾ കൂട്ടിയപ്പോൾ കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക്, അതാണ് ഞാൻ ആദ്യം കണ്ടത്. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊന്ന് സ്ട്രൈക്ക് ചെയ്ത്. പിന്നെ ഞാനിങ്ങനെ ഡോപ്പിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ബാസിലിൻ്റെ വീഡിയോ കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്ത് 700+ ക്രോസ് ചെയ്തപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓൺലൈനായിട്ടും ഇത്രയും മാർക്കൊക്കെ വാങ്ങുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതുവരെ ഇത്ര മാർക്കുള്ള ഓൺലൈൻ സ്റ്റുഡൻറ്റിനെ അങ്ങനെ കാണലില്ലേനു.
അങ്ങനെയാണ് ഡോപ്പ് ആദ്യമായിട്ട് ചൂസ് ചെയ്തത്. പിന്നെ സാർ ഒരു വീഡിയോ കണ്ടാലും മെൻറ്റർഷിപ്പൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു സപ്പോർട്ട് വേണമെന്ന് എനിക്കിങ്ങനെ മനസ്സുകൊണ്ട് തന്നെ തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനാണല്ലോ, പെട്ടെന്ന് ടെൻഷനാകും. റിപ്പീറ്റിൽ തന്നെ എൻ്റെ ഏറ്റവും വലിയ ഫാൾട്ടായിട്ട് തോന്നി എനിക്കതാണ്. ടെൻഷനാകും, സ്ട്രെസ്സായിട്ട് ഇങ്ങനെ നിൽക്കും, കുറേ ടൈം അതിൽ വേസ്റ്റ് ചെയ്ത് പോകും. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനത്തെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ടൈമൊന്നും ഇല്ലേനു. ഓൺലൈൻ ഓഫ്ലൈനൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ മാറാം. അത് ലാസ്റ്റിക്ക് കുറച്ച് സീറ്റൊക്കെ ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും മാറാം. ലാസ്റ്റിക്ക് ആകുമ്പോൾ ഒന്നുകൂടി പറയും. കാരണം കുറേ കുട്ടികളിങ്ങനെ റിവിഷനിൽ സ്റ്റെക്കായി ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് വേണ്ട ഏത് ക്യാമ്പസാണോ ഇവിടെ നമ്മൾ വീടിനടുത്തുള്ളത് അവിടെ നമുക്ക് അന്വേഷിച്ചിട്ട് അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ ഇതാക്കാം. ഇപ്പോൾ ഓൺലൈനത്തെ കുട്ടികൾക്കായിട്ടൊരു ബാച്ച് തുടങ്ങുക അങ്ങനെയല്ല, നമ്മൾ ഓഫ്ലൈൻകാരൊപ്പം ഇടുക. അപ്പോൾ ഇവർ ഓൾറെഡി റുട്ടീനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികളേക്കാരം. അപ്പം നമുക്ക് ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഓല ഒപ്പം തന്നെ പോകാം. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആദ്യമൊക്കെ ഉണ്ടാകും, എന്നെക്കൊണ്ട് പറ്റൂലേ, ഓൺലൈനിൽ മാറിയത് ഒരു എന്തെങ്കിലും ആയി പോകുമെന്നൊക്കെ ആദ്യമൊക്കെ തോന്നും. പക്ഷേ പിന്നെ അത് റെഡിയാവും. ഞാൻ തന്നെ ഇവിടെ ഒരു ഡയറക്ടർ വന്നപ്പോൾ അങ്ങനെ ഓൺലൈനിൽ മാറിയതാണ്, പക്ഷെ എനിക്ക് വെയ്ക്കുന്നില്ല ഇനീഷ്യലി ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അതാകെ 2 ദിവസം ഞാൻ വന്നിട്ടായിട്ടുള്ളതിന് സാർ പറഞ്ഞു ഈ ഒരു 10 ദിവസമെങ്കിലും നിന്ന് നോക്ക്, എന്നിട്ടും പറ്റുന്നില്ലേ പോയിക്കോ, അതിന് കുഴപ്പമൊന്നുമില്ല പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ നിന്ന് നോക്കിയപ്പോൾ ഇതാണ് ബെറ്റർ തോന്നി. അങ്ങനെയാണ് പിന്നെ അവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയത്. കുറച്ച് ദിവസം അവിടെ നിന്ന് നോക്കുക, എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ മാറുന്നതാണ് നല്ലത്. ഓഫ്ലൈൻ പറയുമ്പോൾ അവിടെ ഒരു സ്ട്രിക്റ്റ് ഷെഡ്യൂൾ പറയാൻ നമുക്ക് മോർണിംഗ് ബാച്ചും ആവാം, നൈറ്റ് ബാച്ചും ആണെങ്കിലും ആവാം. അപ്പോൾ നമുക്ക് ഏതാണോ ബെറ്റർ അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. മോർണിംഗ് ബാച്ച് ആണെങ്കിൽ നമ്മൾ 6:30 സ്റ്റാർട്ട് ചെയ്യും. നൈറ്റ് ബാച്ച് ആണെങ്കിൽ 2 മണി വരെ ഇരിക്കണം, 1 മണി 2 മണി ആ ഒരു റേഞ്ചിൽ ഇരിക്കണം. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ നോക്കുമ്പോൾ എനിക്കത് ആ ഷെഡ്യൂൾ കൃത്യമാണ്. അപ്പോൾ ഞാൻ അതന്നെ എവിടെയും ഫോളോ ചെയ്ത് പോയി. അപ്പോൾ വ്യത്യാസങ്ങളൊന്നും വന്നില്ല. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമ്മൾ ചിലപ്പം ഓൺലൈനിൽ സ്റ്റെക്കായി പോകും ചില ടൈമിൽ, നമുക്ക് ടെൻഷനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കോർഡിനേറ്ററിനെ വിളിച്ചപ്പോൾ കോർഡിനേറ്റർ പറഞ്ഞു ഒന്ന് ഈ ഓഫ്ലൈനിക്ക് പോരെ, ഇപ്പോൾ അവിടുത്തെ ക്യാമ്പസൊക്കെ ഒഴിവുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ പിടിച്ച് നിന്നതാ, വേണ്ട അപ്പോൾ വരണ്ട. കാരണം എൻ്റെ റുട്ടീൻ ചിലപ്പം ഓഫ്ലൈനിക്ക് മാറിയാൽ പോലെ വിചാരിച്ച് ഞാൻ അങ്ങനെ നിന്നതാണ്. പിന്നെ ഈ മീറ്റിംഗ് കഴിഞ്ഞാരെ പോരെന്നൊക്കെ എല്ലാവരും പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു എനിക്ക് ഹോം സിക്കൊന്നും ഇല്ല എന്തായാലും. അപ്പോൾ പറഞ്ഞു എന്നാൽ ഓഫ്ലൈൻ അല്ലേ ബെറ്റർ, വന്ന് നോക്ക്, അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് പോവുകയും ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഓൺലൈൻ ഓഫ്ലൈനിക്ക് മാറി നമുക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഓൺലൈനിക്ക് പോവുകയൊക്കെ ചെയ്യാം. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി. അപ്പോൾ ഒന്ന് പോകാൻ നോക്ക് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പോയതാണ്. പക്ഷെ അത് ശരിക്കും യൂസ്ഫുൾ ആണ്. ഒന്നാമത് റിവിഷൻ ടൈം ആയതുകൊണ്ട് നമ്മൾ അത്രയും അതിന് ഇരിക്കണം. അപ്പോൾ എല്ലാവരും ഇരിക്കണം കാണുമ്പോൾ നമ്മളാണ് ഇരിക്കും. സ്റ്റെക്കാണ് പ്രശ്നമൊന്നുമില്ലേനു, അത് ഓൺലൈനിൽ എനിക്ക് വലിയ കുഴപ്പമില്ലേനു. പക്ഷേ ഓഫ്ലൈൻ നമ്മൾ ടാബ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഞാൻ ലാസ്റ്റിക്ക് ആയതുകൊണ്ടാണ് തോന്നുന്നത് മിസ് ഇങ്ങനെ ഇടയ്ക്ക് ലോഗൗട്ടോ. അപ്പോൾ വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ OTP പറഞ്ഞുതരാൻ വേണ്ടി അവിടെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഓഫ്ലൈനത്തെ കുട്ടിയാണെങ്കിൽ മെൻറ്ററിന് അതിലേക്കാരം ആപ്പ് ഉണ്ടാവുക. ഓൺലൈനത്തെ കുട്ടിയാണെങ്കിൽ നമുക്ക് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുക. ഇവിടെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ടാബിൽ തന്നെ ഉണ്ടാകും ഒരു ഗ്രൂപ്പ്, അതിൽ മെൻറ്ററും കുട്ടികളും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. റെക്കോർഡൊക്കെ പൊള്ളിയതിനു. പിന്നെ നമുക്ക് ക്യൂസ് ഉണ്ട്. എന്ന് നൈറ്റ് നമുക്ക് ഒരു 15 ക്വസ്റ്റ്യന് ക്യൂസ് ഉണ്ടാകും. ആ 15 ക്വസ്റ്റ്യന് നമ്മൾ ഒരു ടൈം വെച്ചിട്ട് ഞാൻ ഒരു 10 മണിയാകുമ്പോൾ ആ ഒരു ക്യൂസ് അറ്റൻഡ് ചെയ്യാന്നുള്ള, രാത്രി 10 മണി അങ്ങനെ ക്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ തന്നെ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. കോഡ് ബ്ലൂ വേറെ, ക്വസ്റ്റ്യൻ ബാങ്ക് വേറെ. അതിൽ നമ്മൾ ക്യൂസ് ടൈപ്പ് തന്നെ ഇങ്ങനെ നമ്മൾ ടാബിലിനെ മാർക്ക് ചെയ്യുക, അപ്പം തന്നെ ഓല ആൻസർ പറഞ്ഞുതരും. അതിന് എക്സ്പ്ലനേഷനും താഴെ ഉണ്ടാകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സാർ ഇങ്ങനെ മോർണിംഗ് മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു ചിലപ്പം ക്വസ്റ്റ്യൻ ടഫ് ആയിക്കാരം, അപ്പം നിങ്ങൾ 2 ഡീപ്പ് ബ്രീത്തൊക്കെ എടുത്തിട്ട് ഒന്ന് എഴുതിയാൽ മതി. പക്ഷേ സാർ ലാസ്റ്റൊക്കെ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് മിക്കവാറും ആൾക്കാർക്ക് ആദ്യമായിക്കാരം, അതായത് എക്സാം തുടങ്ങുന്നതിന് മുമ്പേക്കാരം, പിന്നെ നിങ്ങൾ ആ ട്രാക്കിലെത്തും പറഞ്ഞു. എൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഞാൻ ട്രാക്കിലെത്തണേ ഇല്ല. കാരണം ഇങ്ങനെ എനിക്കൊന്നും കിട്ടാത്ത വരി ഇങ്ങനെ തോന്നുക. അപ്പം ഞാനൊന്ന് ഡീപ്പ് ബ്രീത്തൊക്കെ എടുത്ത് കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാൻ സാർ എപ്പോഴും പറയലുണ്ട്. അങ്ങനെ സ്കിപ്പ് ചെയ്ത് അങ്ങനെ മൂവ് ചെയ്ത് പോയി. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഹാൻഡിൽ ചെയ്തത്. ഡോപ്പിൽ കോർഡിനേറ്റേഴ്സാണ് നമ്മളെ മെയിൻ ആൾക്കാർ. ഓൽക്ക് നമ്മളെക്കുറിച്ച് എല്ലാം അറിയാം. ഇപ്പം ഞാൻ ലാസ്റ്റിക്ക് ഓഫ്ലൈൻ വന്നാലും ഒരു 15 ദിവസം കൊണ്ട് ഇന്നെ പറ്റി എല്ലാതും മിസ്സ് മനസ്സിലാക്കിയത്. എനിക്ക് കൂടി അറിയില്ല മിസ്സിന് ഇന്നെ എത്രത്തോളം മനസ്സിലാക്കാൻ അത്ര പെട്ടെന്ന് പറ്റിയെന്ന്.
അപ്പോൾ ഓല് നമ്മൾ അത്രയും വാച്ച് ചെയ്ത് നമ്മളെ പിറകെ നടക്കുന്നുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ ഓൺലൈൻ ആണെങ്കിലും എന്താ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം അറിയാം, കോർഡിനേറ്ററിന് എല്ലാതും അറിയാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓലായിട്ട് തന്നെ എല്ലാം ഇതാക്കി തരും. നമ്മൾ പോസിറ്റീവായിട്ട് മൈൻഡ് കീപ്പ് ചെയ്യുക. കാരണം നമ്മളെ മൈൻഡ് സെറ്റാണ് കുറേ ഈ നീറ്റിൽ കളിക്കണേ. എത്ര നമ്മൾ പഠിച്ചാലും നമുക്ക് ഓർമ്മ കിട്ടണമെങ്കിലും ആ എക്സാമുകൾ നല്ലതായി പെർഫോം ചെയ്യണമെങ്കിലൊക്കെ നമ്മളെ മൈൻഡ് സെറ്റ് നമ്മൾ നല്ലോണം കീപ്പ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾ ഡോപ്പ് തന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മോർണിംഗ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. സാർ അതേപോലെ ഫോളോ ചെയ്താൽ എന്തായാലും കിട്ടും. പിന്നെ സാർ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്.